അനധികൃത മദ്രസകൾക്കുള്ള ധനസഹായം അന്വേഷിക്കും. സംഭാവനകൾ എവിടെ നിന്നെന്ന് കണ്ടെത്തും. ധാമി സർക്കാരിന്റെ ഉത്തരവിൽ ഞെട്ടിയിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ദേവഭൂമിയായ ഡെറാഡൂണിൽ അനധികൃത മദ്രസകൾക്കെതിരായ ധാമി സർക്കാരിന്റെ കർശന നടപടികൾ തുടരുകയാണ്. ഇതുവരെ സർക്കാർ നടപടിയുടെ ഭാഗമായി 136 അനധികൃത മദ്രസകൾ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഉധം സിംഗ് നഗർ ജില്ലയിലെ 64, ഡെറാഡൂൺ ജില്ലയിൽ 44, ഹരിദ്വാർ ജില്ലയിൽ 26, പൗരി ഗർവാളിൽ 2 അനധികൃത മദ്രസകൾ പൂട്ടി സീൽ ചെയ്തു. കൂടാതെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന നിയമവിരുദ്ധവുമായ മദ്രസകൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ചും ധനസഹായത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ തലത്തിൽ നിന്നുള്ള എല്ലാ ജില്ലാ ഉദ്യോഗസ്ഥരോടും നിർദ്ദേശം നൽകി കഴിഞ്ഞു. എടുത്തു പറയേണ്ടത് സംസ്ഥാനത്ത് 500-ലധികം നിയമവിരുദ്ധ മദ്രസകളും 480-ഓളം രജിസ്റ്റർ ചെയ്ത മദ്രസകളും ഉണ്ടെന്നുള്ളതാണ്. അതേസമയം രജിസ്റ്റർ ചെയ്ത മദ്രസകൾ അവരുടെ രേഖകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, വിശദാംശങ്ങൾ, വരുമാന ചെലവ് വിശദാംശങ്ങൾ, മറ്റ് ഫോമുകൾ എന്നിവ സർക്കാർ ഭരണകൂടത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. മദ്രസകളുടെ വരുമാനത്തിന്റെ ചെലവിന്റെയും വിശദാംശങ്ങൾ ഇതിൽ കാണാം. ഇത് സംബന്ധിച്ച് ജില്ലാതലത്തിൽ കമ്മിറ്റി രൂപീകരിക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. യുപിയുടെ അതിർത്തിയിലുള്ള പട്ടണങ്ങളായ ജാസ്പൂർ, ബജ്പൂർ, കിച്ച, കാശിപൂർ, രുദ്രാപൂർ, ഗദർപൂർ, ഹരിദ്വാർ ജില്ല എന്നിവിടങ്ങളിൽ പുതിയ മദ്രസകൾ തുറക്കുന്നതിനായി സമീപകാലത്ത് സർക്കാരിന് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ മറ്റൊരു സംഭവത്തിൽ അനധികൃത നിർമ്മാണ കേസിൽ മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം ഡെറാഡൂൺ ജില്ലാ ഭരണകൂടത്തിന്റെ സംഘം ഇന്ന് സഹർപൂരിലെ ഒരു വലിയ മദ്രസ പൂട്ടി സീൽ ചെയ്തു. അധികൃതരുടെ അനുമതിയില്ലാതെയാണ് മദ്രസ നിയമവിരുദ്ധമായി ഒരു നില കൂടി നിർമ്മിച്ചതെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. അതേസമയം ഭരണകൂടത്തിന്റെ കർശന നടപടി മുസ്ലിം സംഘടനകൾക്കിടയിലും രോഷത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന മദ്രസ ബോർഡ് ധാമി സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.